നമ്മളെ വീട്ടിൽ കുറച്ച് ചേമ്പ് തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേമ്പ് പറിക്കേണ്ട സമയം കഴിഞ്ഞ്, അതുകൊണ്ട് തന്നെ പറിച്ചപ്പോ ഒരു വിത്ത് പോലും കിട്ടിയില്ല. അപ്പൊ റഫ്നാറിന് ചേമ്പിൻ താള് കറി വെക്കുക കുഞ്ഞുമാന്ന് പറഞ്ഞ്. അപ്പൊ ചെമ്മീൻ വാങ്ങിയതുണ്ടായിരുന്നു, പിന്നെ കപ്പ ഉണ്ടായിരുന്നു, കപ്പയും പറിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു, പച്ചക്കായ ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇടുന്നുണ്ട്. റഫ്നാണ് കറി വെക്കുന്നത്. റഫ്ന വന്നു കഴിഞ്ഞാൽ കറിയൊക്കെ വെക്കാൻ ഞാൻ അവളെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അവൾ വെക്കും. പിന്നെ അവളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി മടി വരും. അപ്പൊ അവള് തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നന്നായി വേവുന്നേരം 3-4 വിസില്, 2 വിസിലായാലും മതി. ഓരോരുത്തരുടെ വേവിനനുസരിച്ച് നമുക്ക് വിസിൽ വരുത്താം. അപ്പൊ വെള്ളം ലേശം ഒഴിച്ചാൽ മതി. എന്താന്ന് വെച്ചാല് ചേമ്പും താള് നിറയെ വെള്ളമല്ല, അപ്പൊ പിന്നെ അത് നമ്മളെ കറിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കോളും. അപ്പൊ അവള് ഉപ്പും മഞ്ഞളെല്ലാം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന് അരപ്പിനായിട്ട് തേങ്ങയും വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങയും വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം എല്ലാം കൂടെ അരച്ചെടുക്കണത്. നല്ല ജീരകം ഇതിൽ വെക്കാൻ പറ്റൂല, എന്താന്ന് വെച്ചാല് ചെമ്മീൻ ഇട്ടിട്ടുള്ളത് തന്നെ. അപ്പോ ഇതിന്റെ ടേസ്റ്റ് മാറുമല്ലോ. ഇങ്ങനെയാണ് ഞങ്ങളിത് കറി വെക്കാറ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ചോറില് കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടം, ചായയുടെ ഒപ്പം, കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇന്നായെല്ലാം മുളകിട്ടതും ഇതും റെഡിയാക്കുന്നുണ്ട്. വേണ്ടവർക്ക് ചോറിൽ കൂടെ കഴിക്കുക, അല്ലാത്തവർക്ക് ചായ കൂട്ടി കൊടുക്കുക അല്ലാന്ന് കരുതിയിട്ട്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ ഇത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ലൈക്കൊക്കെ കിട്ടിയതായിരുന്നു. പിന്നെ അതിൽ ആരോ എന്തോ ഒരു കുറ്റം പറഞ്ഞപ്പോ ഞാൻ ഡിലീറ്റ് ചെയ്ത് തന്നിട്ട്. അപ്പൊ അതിനും പറഞ്ഞ് എന്തിനാ ഡിലീറ്റ് ചെയ്തത്, വീണ്ടും ഇട്ടു. അപ്പൊ അത് അത്ര അധികം ആരും കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ ഞാനൊന്ന് വീണ്ടും ഇട്ടതാണ്. അപ്പൊ ഇതുപോലൊക്കെയാണോ നിങ്ങൾ താളുകറി ഉണ്ടാക്കുക? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ.